നമ്മളിതാ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ശ്രീ കെ ബാലകൃഷ്ണൻ ഇവിടെ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. സത്യത്തിൽ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുന്നു, രാജ്കുമാർ അണ്ണനെ വിളിച്ച് വണക്കം പറയുന്നു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ കെ ബാലകൃഷ്ണൻ അവർ പരിചയം പുതുക്കിയതാണ്, രണ്ടുപേരും തമ്മിലുള്ള പരിചയം പുതുക്കുകയാണ്. അതായത് മധുരയുമായിട്ട് തമിഴ്നാടുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആൾ കൂടിയാണ്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, ഈ മാനാടിന്റെ തിരക്കുകൾക്കിടയിൽ ഉങ്ങളെ ഗൗനിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ല എന്നൊരു ഏറ്റവും മര്യാദ നിറഞ്ഞൊരു വാചകത്തോടു കൂടിയാണ് അദ്ദേഹം തുടങ്ങിയത്. അണ്ണാ കൊഞ്ചം തമിഴിലെ ചൊല്ലുങ്കോ, എന്താ മധുര മാനാട് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയാണ് ഇവിടെ ഇത്രയും ദിവസം നിന്നപ്പോൾ അണ്ണൻ അനുഭവപ്പെട്ടത് ഈ ഒരു പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ട്? അണ്ണൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു, ഇതുപോലൊരു അനുഭവം ഇനി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഞാനിപ്പോൾ നമ്മൾ ഈ കൈരളിയിൽ പറഞ്ഞ കണക്ക് 24 കൊല്ലം അങ്ങനെ പറയും, 25 കൊല്ലം ഒന്നും പറയാനൊക്കത്തില്ല, 24 കൊല്ലം ജോലി ചെയ്യുമ്പോൾ ഇതാദ്യമായിട്ടാണ് പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം വന്നത്. അതിന് കൈരളി TV-യുടെ മാനേജ്മെൻറ്റിനോടും എൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥരോടും ന്യൂസ് ഡിപ്പാർട്ട്മെൻറ്റിനോടാണ് എനിക്ക് നന്ദിയുള്ളത്. അപ്പോൾ അത് വേറൊരു ഭാഗം. അതേസമയം ഈ മധുര എന്ന് പറയുമ്പോൾ ഈ സംഗതി ഇപ്പോൾ നമ്മൾ മധുര ചുവന്നു, ചെഞ്ചുവപ്പായി എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. പക്ഷേ വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ് തമിഴ്നാട് ഇനി അങ്ങോട്ട് ഏറ്റെടുക്കാനുള്ളത്. കാര്യം പാർട്ടി കോൺഗ്രസ് നടന്ന് മധുരയിൽ അത് നടക്കുന്നു. അവരെ സംബന്ധിച്ചത് 3ാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും ഈ സമ്മേളനമൊക്കെ നടന്നു പിരിഞ്ഞു എന്നുള്ളതല്ല, പക്ഷെ അതിൻ്റെ നൽകിയിരിക്കുന്ന ഒരു മെസ്സേജ് അവർ ഈ പാർട്ടി കോൺഗ്രസ്സിൽ വന്നിരിക്കുന്ന നമ്മളിപ്പോൾ സന്തോഷും ശ്രീ രാജേന്ദ്രനും മനുവൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ നമ്മുടെ ലോക രാഷ്ട്രീയമാണെങ്കിലും ഇന്ത്യൻ രാഷ്ട്രീയമാണെങ്കിലും അത് മുഴുവനും ഉള്ളിൽ വെച്ചുകൊണ്ട് ഇനി ഇവിടുത്തെ പാർട്ടി നിലവിലുള്ളവരുടെ മെമ്പർഷിപ്പ് ഇനി മിസ്കോൾ മെമ്പർഷിപ്പ് പറ്റില്ലല്ലോ CPIM-നെ സംബന്ധിച്ച്. അപ്പോൾ സ്വാഭാവികമായും അടിത്തട്ടിൽ നിന്നുള്ള പ്രവർത്തകരെ കൂടുതൽ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. ആ കരുത്ത് എപ്പോഴും തൊഴിലാളി വർഗ ഐക്യം എന്നുള്ളതാണല്ലോ ഇതിൻ്റെ ഒരു ആഹ്വാനം. ആ ഐക്യം കൂടുതൽ ശക്തിപ്പെടുത്തി കൊണ്ടുവന്നും വേണം ഇതിനെയൊക്കെ നേരിടാൻ. അതായത് നേരത്തെ ഈ സഖാവ് EMS-ന്റെ കാലം മുതൽ തന്നെ ആഗോളവൽക്കരണ പ്രശ്നങ്ങളും സാമ്രാജ്യത്വ പ്രശ്നങ്ങളുമൊക്കെ എന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറയാറുണ്ട്. കോൺഗ്രസ്സൊക്കെ വളരെ പുച്ഛത്തോടു കൂടിയാണ് അതിനെയൊക്കെ നേരിട്ടിരുന്നത്, പരിഹാസമായിരുന്നു. എനിക്കറിയാം, കൊല്ലത്ത് മുൻ മന്ത്രി കൂടിയായ കടവൂർ ശിവദാസൻ ഇന്ന് നമ്മളോടൊപ്പമല്ല, നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു. എപ്പോൾ പറഞ്ഞാലും ആഗോളവൽക്കരണം പറഞ്ഞ് അദ്ദേഹം പരിഹസിക്കുമായിരുന്നു. കാര്യം അന്നത്തെ UPA ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു കൈമുതലായൊരു സംഭവമായിരുന്നു ഈ ആഗോളവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു വേഗത കൂട്ടുക എന്നുള്ളത്. അത് മൻമോഹൻ സിംഗ് എവിടെയാണ് അതിന് മുമ്പ് ജോലി ചെയ്ത് എന്നൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിനൊക്കെ ആക്കം കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടന്നിരുന്നു. അപ്പോൾ ആ കാലമെന്ന് പറയുന്നത് വിരൽത്തുമ്പിലല്ല ലോകം. അന്ന് ഈ മനുഷ്യരോട്, സമൂഹത്തോട് ഇതൊക്കെ നമ്മുടെ നാളെ നേരിടാൻ പോകുന്ന വലിയ പ്രതിസന്ധികളാണ്, ഇപ്പോഴേ പ്രതിരോധിക്കണമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് EMS പറഞ്ഞിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനു സൂചിപ്പിച്ചതുപോലെ ഇനി അങ്ങോട്ടുള്ള ഒരു കാലമെന്ന് പറയുന്നത് അത്ര സുഖപരമായ ഒരു കാലമല്ല. ശ്രീ MA ബേബിക്ക് നേരിടാൻ പോകുന്നത് വലിയ വലിയ വെല്ലുവിളികളാണ്. ഹോട്ട് സീറ്റിലാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്. നിസ്സാരമായി നമുക്കതിനെ കാണാനേ കഴിയില്ല. ഇന്ത്യയിൽ നടക്കുന്ന മുഴുവനും പ്രശ്നങ്ങൾ, സംസ്ഥാനങ്ങളെ മുഴുവൻ ഇതിനെയൊക്കെ ജീവിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുപോകാമെന്ന് പറയുന്ന ഒരു ഭാരിച്ച ചുമതലയാണ്. അപ്പോൾ മധുര പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ ചെഞ്ചുവപ്പോടുകൂടി പാർട്ടി ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. മധുര പാർട്ടി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കുന്ന വലിയ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്.